ഗുഡ് മോർണിംഗ്. നമ്മുടെ മോർണിംഗ് വ്യൂ ആട്ടോ ഈ കാണുന്നത്. നമ്മള് അയ്യോ യേശുക്കുട്ടൻ അമ്മ ക്യാമറ എടുത്തപ്പോഴേക്കും യേശുക്കുട്ടന് ഇഷ്ടപ്പെട്ടില്ല. അമ്മ എടുക്കണോ കുഞ്ഞിനെ? അമ്മ എടുക്കണോ കുഞ്ഞിനെ? എന്തിനാ കരയണേ? ആ നല്ല രസമാന്നേ. ഇതുണ്ടോ? യെസ് യെസ്. നമ്മള് വെട്ടം വെളിച്ചൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇരുട്ടത്താണ് ഇതിൻ്റെ അകത്ത് കൊണ്ട് ഈ പാർക്ക് ചെയ്ത സ്ഥലം അറിഞ്ഞുകൊണ്ട് പാർക്ക് ചെയ്തല്ലേ. രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആട്ടോ അത്. ഫില്ലിനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പൊ സമയത്ത് 9:02. നമ്മൾ താമസിച്ചാണ് 9:02. പക്ഷെ ഇത്ര നേരത്തെ എനിക്കൊന്ന് വിചാരിച്ചാലോ തലയ്ക്ക് മേളില്. ഇന്നലെ കടയിൽ പോയിപ്പാണെങ്കിൽ പപ്പയ്ക്കാണെങ്കിൽ റിട്ടേൺ പൈസക്ക് എന്താ കിട്ടിയേന്ന് അതുകൊണ്ട് ഞാൻ ഇത് കീപ്പ് ചെയ്യുക. അതാണോ ഒരു കാര്യമുണ്ടല്ലോ റോഡിൽ വന്ന്? അത് തന്നെ. അതിന് ഞങ്ങൾക്ക് വേണം അങ്ങനെ ആയിരിക്കും കാണുന്നവർ വിചാരിക്കുന്നത്. അപ്പോഴാ ചേട്ടൻ ചവിട്ടി കൊടുക്കുക. പുള്ളി ചവിട്ടി കേറുക. വണ്ടിയുടെ വെള്ളോട്ട് ചവിട്ടി കയറുക. ഇന്നലെ നമ്മുടെ ഹെക്ടിക് ഡേ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോ രാവിലെ നമ്മൾ തൊട്ട് ഓരോരോ പരിപാടി ചെയ്ത് വണ്ടിയെല്ലാം നീറ്റാക്കി അലുക്കുലത്തായിട്ട് കിടക്കുവാണ്. ഇന്ന് പക്ഷെ നമുക്കൊരു ലേസി ഡേ ആണ്. ഒൺലി തിങ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്യുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നു. ഇവിടെ തന്നെ ബീച്ചൊക്കെ ഉള്ളതാണ്. നമുക്ക് ഇന്ന് ഇവിടെ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാം. നമുക്ക് നല്ല സെറ്റപ്പിൽ നിന്നിട്ടാണ് പല്ല് കഴിക്കുന്നത്. നടക്കുന്നൊന്നുമില്ലടാ. നമ്മുടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ആ കാണുന്ന കാടിനകത്തോടെ കയറി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ബോഡി എല്ലാം ചൂടായല്ലേ. എങ്ങനെയുണ്ട്? വൈബ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓ കാലൊക്കെ കയറ്റി വെച്ച് അശൻ ഭയങ്കര അങ്ങോട്ട് വ്യൂ ഒക്കെ ആണോടാ? കൊള്ളാലോ, അടിപൊളി. എങ്ങനെ പോകുന്നു ഈ വെക്കേഷൻ? ഇഷ്ടപ്പെട്ടോ? ഇന്നപ്പോ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക്? മര്യാദക്ക് പയ്യെ നീ സോറി നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ പോയിട്ട് വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇല വാരണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടിയെല്ലാം കൊടുത്തിട്ട് നമുക്ക് ക്ലീനിങ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാലോ വീട്ടിൽ പോകാലോ. ഫുഡിന്റെ സാധനങ്ങൾ ഇനി വാങ്ങാനുണ്ടോ? എഴുതുപോലെ ഇതൊക്കെ എല്ലാ കാരണവന്മാരും കൊച്ചു പിള്ളേരെ ഇവന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ വർത്താനം പറഞ്ഞവന് ഉറങ്ങൂല, വഴക്കാ. അപ്പം പാട്ട് പാടിയാൽ മാത്രമേ അല്ലെ ആ ഒരു ടോൺ ഉണ്ടല്ലേ പുള്ളി ഉറങ്ങത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വർത്താനം എല്ലാം പാട്ടിന്റെ രീതി. വിശേഷം പറഞ്ഞു പാട്ട് പാടി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു. ഇവർക്ക് പാൻ കേക്ക് ഉണ്ടാക്കണ കൂട്ടത്തിൽ എസക്കുട്ടൻ ഉണ്ടാക്കുവാണെ. പക്ഷെ ഇതിനകത്ത് മുട്ടയും പഴവും മൈദയും മാത്രമേ ഉള്ളൂ. പാലും ഉപ്പും അതൊന്നും ചേർത്തിട്ടില്ല. ആക്ച്വലി പാൻ കേക്ക് കുഞ്ഞായിരിക്കണം എന്നാണ്, കനം കുറഞ്ഞായിട്ട് ഇരിക്കണം, ഇങ്ങനെ പേപ്പർ പോലെ കിടക്കണം എന്നാണ്. പക്ഷെ ഇത് കണ്ടോ, ലാസ്റ്റ് ഇരുന്ന മാവ് കൂടുതൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല അപ്പം പോലെ ആയിട്ടുണ്ട്, കിണ്ണത്തപ്പം. പക്ഷെ നോക്കാം. ചായ തിളച്ചത് ഓഫ് ചെയ്തു. പിള്ളേരെന്നാ പരിപാടി? സ്ലേറ്റിനകത്ത് എഴുതുവാണോ? വരയ്ക്കുവാണോ? പെന്നാ വരയ്ക്കുന്നേ? കാണിച്ചേ. നിങ്ങൾക്ക് അത് ഇങ്ങനെ എഴുതണ്ടേ? ഇൻഫിനിറ്റീവ് ഓ ഇട്ടിട്ട് ഡി. ഗൂഡ്. ഇത് ഭയങ്കര റിലാക്സ് ആയോണ്ടല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ. എസക്കട്ടൻ കണ്ട് ഉറങ്ങുന്നു. നമ്മൾ ഏത്തപ്പഴം വേറെ നമുക്കുണ്ടായിരുന്നു, നമ്മളിന്ന് പുഴുങ്ങിയിട്ടുണ്ട്. ഇത് നോർവേ കിട്ടുന്ന ഒരു ബണ്ണാണേ.
ഇത് ഇതിനകത്ത് ഇതല്ലേ മുന്തിരി ഉണക്കമുന്തിരി ഇരിക്കുന്നത്. ഇത് ചോക്ലേറ്റിൻ്റെ ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. 5 എണ്ണത്തിൻ്റെ പാക്കറ്റിന് 5.5 യൂറോ, 5.90. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും തന്നെ കേട്ടോ, ഞങ്ങൾക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം സമയം എത്രയായി? 11:32 ആയിച്ചേക്കൂ. സമയമൊന്നും കളിക്കണ്ട. നമുക്ക് ബ്രഞ്ച് അല്ലേ? വിഭവസമൃദ്ധമായിട്ടെല്ലാം ഉണ്ട്. എന്തായി മക്കളെ? ആ സൈഡിൽ ലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിൽ ലേക്ക് ഉണ്ട്. രസക്കോട്ടിന് ഇതുവരെ എണീറ്റിട്ടില്ല. പിള്ളേരെ നമുക്ക് കഴിക്കാം. ഇത്ര കുറച്ചോ? എന്നാ ഇത്ര കൂടുതൽ വേണോ? മതിയോ? അത് ഞാൻ ഇട്ടോളാം. അവിടെ ഇരിക്കും. പരട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് അല്ലേ? അല്ലെങ്കിൽ അവർ വീഴിക്കും. പിന്നെ ഇത് വേറെ കാര്യമില്ല. ഇപ്പോൾ ഒരു സ്കൂപ്പായിട്ടല്ലേ ഇടുന്നത്. കറക്റ്റ് ആ സ്കൂപ്പ് കഴിച്ച് കഴിയുമ്പോഴേക്കും കുറേ ജാമ്പായിരിക്കും അകത്തെല്ലാം. അതത്ര ഹെൽത്തിയും കൂടെ അല്ല. ഷുഗർ അല്ല, ആണെങ്കിൽ കറക്റ്റാണ്. അതിൻ്റെ മാത്രം എനർജിയുടെ വേശിയാണ്, സ്ഥലമില്ല. അതെ, മതിയോ? പാത്രം കൂടി എടുക്കണം അല്ലേ? എനിക്കും ചക്കയ്ക്കും ഇഷ്ടമില്ല. നല്ലതാണേ. ജോണിക്കുട്ടി പാൻകേക്ക് തീർത്തു. ആള് തുടങ്ങിയതേ ഉള്ളൂ. അതേതാ ജോണിക്കുട്ടി? അത് ചോക്ലേറ്റ് പുള്ളിയാണോ? ബിസിനസ് മീറ്റിംഗിന് പോയി. ശരിക്കും ബ്രഞ്ച് അല്ലേ? രസക്കൊണ്ട് ഉറങ്ങുന്നു. ഏത്തപ്പഴപ്പെങ്കിലും ഞാൻ കഴിച്ചു. അതിലൂടെ കഴിക്കാല്ലേ? ചായ ദേ വെച്ചോണ്ട് ചായ ഇതെടുത്തപ്പോ പപ്പയുടെ ടേബിളിലോട്ട് ചായ വെച്ചപ്പോ എന്റെ ജോണിക്കുട്ടി, നീ എന്നാടാ ഇങ്ങനെ? നിങ്ങൾ രണ്ടുപേരും ബണ്ണ് കഴിച്ചത് കൊണ്ടാണ്. അവള് ബണ്ണ് കഴിച്ചില്ലായിരുന്നല്ലോ. പാൻകേക്ക് കൂടുതൽ വേണോ? അത്യാവശ്യം നമ്മളെല്ലാം ഒതുക്കിയായിരുന്നു ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ. ഇനി കുറച്ച് വേസ്റ്റ് കളയാനെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് കളയുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ വേസ്റ്റ് ഇടുന്നത് വെച്ചിട്ടില്ല. ഈ ബണ്ണുണ്ടല്ലോ, ചായക്കകത്ത് ഇങ്ങനെ നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ നല്ല ഈ ബണ്ണുണ്ടല്ലോ ഒക്കെ കഴിക്കുന്ന ഫീലാ. ധ്യാനത്തിൽ കിട്ടിയ ബണ്ണ്. ഫിൻലൻഡിൽ ഇങ്ങനത്തെ ബണ്ണ് അങ്ങനെ കിട്ടത്തില്ലോ. സ്വീറ്റ് ബണ്ണ് ഇല്ലാന്ന് തോന്നുന്നു. ജോസിക്കുട്ടി. ഓ എന്നാ ടേസ്റ്റ് പാൻ. നമുക്കിന്ന് ലഞ്ച് വേണ്ടല്ലോ. നീ നിന്ന 12 മണിയല്ലേ? ബ്രഞ്ചാണ് ഇപ്പൊ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതിലുണ്ടായിരുന്നു. 12 മണി ആവുകയും ചെയ്തു. നാളിന് വേണോ? നമുക്കിനി പുറത്ത് പോയാലോ? പുറത്ത് പോകണം, നടക്കാൻ പോണം. ഉണ്ടോ ജോണിക്കുട്ടി? ഫുഡ് കഴിച്ചു എനിക്ക് ഉടുപ്പിയൊക്കെ ഒക്കെ അയക്കുന്നുണ്ടോ? തുടച്ചു കളഞ്ഞത് ഒരു കൈയുള്ളൂ. ഒരു കൈ കൊണ്ട് മുറിച്ചൊരു കൈയിൽ മുക്കി ഒരു കൈ കൊണ്ട് തിന്നണം. ബേബി ഉറങ്ങല്ലേ? എമർജൻസി ഘട്ടങ്ങളിൽ ഇങ്ങനെ പരസഹായം ചെയ്യുന്നത് 2-3 വയസ്സ് കഴിയുമ്പോഴായിരിക്കും ഒന്ന് ആസ്വദിച്ച് അല്ലേ? ഉണ്ണിക്കുട്ടൻ വായോ, ഉണ്ണിക്കുട്ടൻ വാങ്ങോ, പാട്ടിയമ്മ തരട്ടെ. പാട്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ രസക്കൂട്ടിന് ഫുഡ് കൊടുത്ത പഴം കൊടുത്തതാ. ഞാനൊന്ന് കരയട്ടെടാ. ക്ലീൻ ഈറ്റിംഗ്, ക്ലീൻ കുക്കിംഗ് പോലെ ക്ലീൻ ഈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നിനക്ക് മനസ്സിലാവില്ലേടാ? ഇങ്ങനെയാണോ ഫുഡ് കഴിക്കണ മനുഷ്യൻ? ഇങ്ങനെയാണോ ഫുഡ് കഴിക്കണ മനുഷ്യൻ? എന്റെ പൊന്നോ, നിങ്ങൾ റേറ്റ് ചെയ്യാൻ നോക്ക്. എല്ലാം വരച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചതാ. ഫസ്റ്റ് മുന്നിലത്തെ എന്റെ സ്കൂൾ ബുക്കാണ് ഞാൻ വിത്തത് വരച്ചാനുള്ള. 2025 ഇത് ഫസ്റ്റ് ഈ ട്രിപ്പിൽ പപ്പയുടെ പരം വെച്ചതാണ്. പപ്പയുടെ നെക്സ്റ്റ്
എവിടെ തണുപ്പ് കയറുന്നേ തുറന്നിട്ടുണ്ടല്ലോ ഇത് മിണ്ടാതിന്ന എന്നിട്ട് നെക്സ്റ്റ് അത് മമ്മയാണോ? അല്ല ക്യാരക്ടർ വരച്ചാണ്. ഓക്കെ, എന്നിട്ട് അത്രേ ഉള്ളൂന്നാണ് ഓർക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അത്രയാണ് വരച്ചത്. ചക്കി വരച്ചായിരുന്നു ട്രിപ്പില് ആണല്ലേ? ഇവര് ഫുൾ ടൈം വണ്ടി ഓടുമ്പോൾ വായിക്കൊന്നുമല്ലായിരുന്നു കേട്ടോ. അവരിടയ്ക്ക് ജസ്റ്റ് ഭയങ്കര ബോറടിച്ചിരിക്കുന്ന സമയത്ത് അല്ലേ, അതായത് കൊറേ കിലോമീറ്റർ ദൂരത്തേക്ക് സെയിം പോലത്തെ വ്യൂ മാത്രമാണ്, വ്യൂ ഒന്നുമില്ല കാണാൻ, പുറത്തേക്ക് കിട്ടുന്നതും കാണാനില്ല. പിന്നെ അകത്ത് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഒരു 200-300 കിലോമീറ്ററോളം അങ്ങനെ ആയിരുന്നില്ലേ? അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ആയിട്ടാ കണ്ടത്. ശംഭു എന്നെ ഇത് നിന്നെ ആ ലേക്കിൽ കൊണ്ടിട്ട് തേച്ചൊരച്ച് കഴുകി കുളിപ്പിക്കട്ടെടാ. അല്ലെ നീ പോയി ഇറക്കി കുളിച്ച് കയറുക. ഇനി അതേലും ഡിസൈൻ, ഇതേലും ഡിസൈൻ ആക്കണം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അത് തുടച്ചിടുക. നീ ഞങ്ങളെ എല്ലാരും തോപ്പിക്കൂടാ. ഇങ്ങനെ യാത്ര പോകുമ്പോ ഈ സ്ഥലം കാണുക മാത്രമല്ല, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യത്തിൽ ജീവിക്കുക. അങ്ങനെ ആകുമ്പോ നമ്മൾ ഭയങ്കര അല്ലേ, സംസാരിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ ഇഷ്ടമായിട്ട്. മറ്റേതാകുമ്പോ ഇതിന് വഴക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ദൂരം എങ്ങോട്ട് പോയിരിക്കാം. അതല്ല ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയണം. എല്ലാരെ കുറിച്ച് നല്ലത് പറഞ്ഞു, എന്നെ കുറിച്ച് ഒരു വാക്ക് പോലും നല്ലത് പറഞ്ഞില്ല. എക്സ്പയർ ആണേന് മുമ്പ് ഫുഡ് തിന്നാനോ? അതായത് എക്സ്പയർ ചെയ്യാവുന്ന ഫുഡിന് ഇതിനു മുമ്പ് എല്ലാരും അടിച്ച് കയറ്റിച്ച് റിയൽ സ്ട്രഗിൾ ഇവിടെയാ നടക്കുന്നത്. എന്നിട്ട് ഏറ്റവും അഴുക്കപ്പണിന്ന് പോയിട്ട് അപ്പുറം പോയിട്ട് നമ്മൾ ഈ പാത്രം എല്ലാം കഴുകി വെച്ച് ഇവിടുത്തെ എല്ലാം നീറ്റാക്കി കഴിഞ്ഞ ശേഷം ഒന്ന് പുറത്ത് പോകുന്നു. അതിന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടുന്ന് മന്ദം നീങ്ങാം. ഓക്കെ, പോണ്ട. ഓക്കെ, ശക്കുട്ടന്റെ ലവ് കിസ് ആർക്കാ വേണ്ടത്? മാളി ചേച്ചിക്ക് ഫസ്റ്റ് ഉമ്മ വേണ്ടേ? പപ്പയ്ക്ക് കൊടുക്കാം പക്ഷെ കൈകൊണ്ട് ഒരു കൈകൊണ്ട് ഇങ്ങനെ തള്ളി നിർത്തിട്ടാ. എനിക്ക് വേണം. നിങ്ങൾക്ക് വേണോ കൊച്ചിന്റെ ഉമ്മ? അയ്യോ ഞാൻ എല്ലാരും ക്ലീൻ ചെയ്ത് വരും. വേണ്ട, എനിക്ക് വേണം. കണ്ടോ നീ കേരളം മുഴുവൻ എന്നെ കൊണ്ട് തേച്ച് ഉറപ്പിച്ച് കിട്ടിയതിനേക്കാളും ഡബിൾ വെളുപ്പിച്ച് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാ. ഒരു പേപ്പർ കൂടെ എടുത്തോണ്ട് ഹെലികോപ്റ്റർ. Oh my god, Is it baby? അങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി സെറ്റാക്കി എടുത്തല്ലേ? അങ്ങനെ നമ്മള് യശക്കുട്ടി ഹാഫ് സ്ലീവ് ഇട്ടപ്പോ പുള്ളി കൈയൊക്കെ കണ്ടുപിടിച്ചു. കുഞ്ഞിന് യശക്കുട്ടിന്ന് മാത്രല്ല കേട്ടോ, നമ്മള് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ നമ്മളാണേലും കുഞ്ഞു കൊച്ചുങ്ങളെയും കൊണ്ട് മാനേജ് ചെയ്യുമ്പോൾ ഫുഡ് കൊടുക്കുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഈ കുഞ്ഞു സ്പേസിലല്ലേ. അപ്പൊ നമ്മള് ഇത് വാക്കും പിടിക്കാനായിട്ട് ക്യാമ്പിങ്ങിൽ കയറിയാലാണ് ഇലക്ട്രിസിറ്റി നമുക്ക് ഇതായിട്ടുള്ളത്. നമുക്ക് ആകെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് പെട്രോൾ അടിക്കുക, പിന്നെ ഫുഡ് നമ്മൾ എവിടെയാണെങ്കിലും കഴിക്കണമല്ലോ. അതെ, രണ്ടുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ചെലവായിട്ട് വന്നേക്കുന്നത്. അല്ലാണ്ട് വേറെ പിന്നെ നമ്മൾ റെന്റിന് എടുത്തേക്കുന്നതിന്റെ ആ എമൗണ്ട് വരും. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബാധ്യതയാണ്. ഡ്രീമിങ് ഛർദിക്കാൻ പോകണോ? അകത്ത് നല്ല പിള്ളേർ പരിപാടികളിൽ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് ജാക്കറ്റൊക്കെ ഇടിച്ച് അടിച്ചിറങ്ങിയതിൻ്റെ ആ ഇതാണ് കാണുക. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻസ് എന്ന്. പക്ഷേ ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാണ്ടല്ലോ, എന്നാ ഇതെന്നെ കേട്ടില്ലേ ചേച്ചി എന്നെ പറഞ്ഞേ? പക്ഷെ എന്നാ രസമല്ല കറക്റ്റ് ഈ ഞാൻ പറയും ഈ മരം ഈ സ്ഥലത്തിന്റെ ഏറ്റവും ബ്യൂട്ടിന്ന്. കറക്റ്റ് ഈ മരം, അതിന്റെ ആ ചോട്, ആ ലേക്കിന്റെ സൈഡ്. എനിക്ക് അത്ര കാവ്യാത്മകമായി പറയാൻ അറിയില്ല കുട്ടി. അയ്യോ
കളഞ്ഞ വൈബങ്ങ് കളഞ്ഞു. ഇതെന്താ ഒരു ജപ കേട്ടത്. രാവിലെ ഞാനും ജോണിക്കുട്ടി ഇതിലായിരുന്നു നടക്കാൻ പോയത്. നമ്മൾ അവിടം വരെ പോയായിരുന്നു ജോണിക്കുട്ടി. വാസലോട്ട് പോവാ. എവിടം വരെ പോയത്? അതിന്റെ എൻഡ് വരെ, അങ്ങ് അറ്റം വരെ ഞങ്ങൾ പോയായിരുന്നു. ഇച്ചായ ഇവിടുന്ന് ഇത് ക്യാമ്പിങ് ഓരോരോ ഇത് ഉള്ളിലോട്ട് കയറിയിട്ടേ ക്യാമ്പിങ്ങിന് പറ്റിയ പോലത്തെ സംഭവം കിടക്കുന്നത്. വെള്ളത്തിലോട്ട് കാലിറക്കല്ലേ, സോക്സിനകത്ത് വെള്ളം കയറും, തണുക്കും കേട്ടോ. അതിന് ഉപ്പില്ല, ഞാൻ നോക്കിയായിരുന്നു, ഉപ്പില്ല. ലേക്കാത് വെള്ളം കയറുവേ. എന്നാ ശാന്തമായിട്ടല്ല കിടക്കുന്ന ലേക്ക്. ഇതിന്റെ അകത്ത് ഇച്ചായ ചെറിയ ബോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടം മീൻ ചാടും അതിനകത്തുനിന്നേ. ഭയങ്കര കാറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്നുണ്ടോ. ബോട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ബോട്ട് തുഴയാൻ. പെഡൽ ബോട്ടില്ലേ? ആ ബോട്ടിൽ വന്നിട്ട് അങ്ങ് അറ്റത്ത്. ശരിയാട്ടോ. ഓ ശരിയാട്ടോ, അങ്ങ് അറ്റത്ത് ബോട്ടയിൽ നടന്ന് ഇത് കണ്ട കറക്റ്റാണേ. മീൻ പിടിക്കുന്നുണ്ട് അവിടെ. യെസ്. ഇതിൽ കോമഡി എന്നാന്ന് പറയട്ടെ, എപ്പോഴും ശാന്തമായ വെതർ കാണുമ്പോഴാണ് നമ്മൾ കുക്കിങ്ങിനുള്ള സാധനമൊക്കെ പറക്കിക്കൊണ്ടുവരും. എപ്പോൾ കുക്കിംഗ് തുടങ്ങണോ അപ്പോൾ കൊടുങ്കാറ്റാ. പറക്കണോ? നല്ല മണലാണേ. വാഷ് ചെയ്യണോ? ഒരു ട്രിപ്പ് വാഷ് ചെയ്തിട്ട് വേണ്ടേ വറക്കാൻ? ആക്ച്വലി കടൽ തീരത്തുനിന്നല്ലേ ഇത് വരുന്നത്, ഉപ്പുള്ള മണലല്ലേ വരുന്നത്. പക്ഷെ നമുക്ക് സാധാ മണൽ മതി. കാരണം അറിയോ, സാധാ ഇത് എന്തിനായിരുന്നു വെച്ച് കഴിഞ്ഞാല് മണലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ചട്ടിക്കത്തിയും കരിഞ്ഞു പോകും, വേഗാണ്ട് കരിഞ്ഞു പോകും കടല. ഓക്കെ, നമുക്ക് ഉപ്പുതിരി ഇട്ടാൽ മതിയല്ലോ. മണലിനകത്ത് വറുത്താ വെന്ത് കിട്ടും അല്ലേ? നമുക്ക് കുറച്ച് ചെയ്താലോ? ചെയ്യാം. യെസ്, ശരിയാ. അതെ, കടൽ തീരത്തോടെ നമ്മളിങ്ങനെ ലേക്കാണ്, പക്ഷെ എന്നാലും ഒരു തീരമാണല്ലോ. ഈ തീരത്തിലൂടെ നമ്മള് കടല് കുറിച്ച് നടക്കാൻ. ശക്കുട്ടി ഉറക്കം വരുന്നുണ്ടോ കുഞ്ഞിന്? അങ്ങ് ദൂരെ 3 പേര് പോയി നിന്നിട്ട് എന്തോ കാര്യമായ പരിപാടികളാണേ. അട്ടഹസിച്ചിരിക്കുന്നുണ്ട്. ഇച്ചാൻ ഓർക്കുന്നുണ്ട്, നേരത്തെ ഇവർ വരുമ്പോൾ ജോണിക്കുട്ടിക്ക് ഏറ്റവും പാടായിരുന്നു അവരുടെ ഗ്രൂപ്പിൽ കയറാൻ. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ഇവർ 3 പേരും സിങ്കായി അല്ലേ? പുള്ളി ഇടിച്ചു കയറാം. രണ്ടും ഇടിച്ചു കയറാൻ നോക്കുമായിരുന്നു, അവർ പക്ഷെ കയറ്റൂലായിരുന്നു. ഇപ്രാവശ്യം പക്ഷെ പുള്ളി സിങ്കായി. അതായത് ഇവര് ഗെയിം കളിക്കണായിക്കോട്ടെ എല്ലാം ഇപ്പൊ ഈക്വലായിട്ട് അല്ലേ? അല്ല, നേരത്തേനേക്കാളും ഒത്തിരി ബെറ്റർ അല്ലേ ഇപ്രാവശ്യം. അവരെപ്പോഴും ടുഗദർ അല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ അവര് നല്ല കുറച്ചുകൂടെ ബെറ്ററായി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും 3 പേര് ഒരുമിച്ച് ഗെയിം കളിക്കാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് അവർ കുറച്ചുകൂടെ സിങ്ക് ചെയ്ത് അവർക്ക് ഇപ്രാവശ്യം നല്ല മെമ്മറി ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അതായത് നമ്മൾ യാത്ര പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണുക, അല്ലെങ്കിൽ കുറേ ഇൻഡോർ ഉള്ള കാര്യങ്ങളൊന്നും കാണുക നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ കുറേ അധികം നമുക്ക് സംസാരിക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ലിമിറ്റഡായ സൗകര്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അവർ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മെമ്മറി ആകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടല്ലോ, പണ്ട് നമ്മൾ വേറെ നല്ല സ്ഥലത്തൊക്കെ നമ്മുടെ പേരൻസ് കൊണ്ടുപോയ സ്ഥലം ഞാൻ ഓർത്തിരിക്കുന്നത്. ചില അഡ്വഞ്ചറായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ആരെയും കസിൻസിനെ കൂടുതൽ പണ്ടൊക്കെ മീൻ പിടിക്കാൻ പോയത്, പിന്നെ പണ്ടൊക്കെ ഞാൻ ഹണ്ടിങ്ങിനൊക്കെ കൂട്ടി പോയിട്ടുണ്ട്. നമ്മളെന്തേലും ഭയങ്കര ഒരു സേഫായിട്ട് ഇങ്ങനെ കാമായിട്ട് പോണത് ഇന്നൊരു ഇച്ചിരി വൈൽഡായിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി എക്സ്ട്രീം ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല, എത്ര വലുതായാലും അല്ലേ? വലുതായി കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് അറിയാണ്ട് അതിലേക്ക് വരും. ഇപ്പം നമ്മൾ പുറത്ത് പോയി കുക്ക് ചെയ്യുന്ന വെച്ചാൽ കുറേ ഹാർഡായിട്ടുള്ള കാര്യമാണ്. അതായത് പക്ഷെ അത് ഇഷ്ടപ്പെട്ട് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. ആ ഒരു ദിവസം മൊത്തം നമുക്കുണ്ടല്ലോ, നമുക്ക് നൊസ്റ്റാൾജി സംഭവമൊക്കെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഉത്സാഹവും കാണും. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ എക്സ്ട്രീമായിട്ട് കാണിക്കുമായിരിക്കും, കുസൃതികളൊക്കെ. പക്ഷെ വലിയ കുസൃതിയല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ പോകില്ല, കാരണം അത് അവരുടെ ഒരു മെമ്മറിയാണ് അല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നിടത്തോളം അത് ഭയങ്കര അവർക്കത് എന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മൊമെന്റ്സ് ആയിരിക്കും. പോണം തോന്നുന്നവരെ കണ്ടിട്ടാ കൂടെ. പിന്നെ ആണോടെ ജോണിക്കുട്ടി നീ ആണോ എടുത്തോണ്ടേ? നീ പിന്നെയും ഗ്ലാസ് എടുത്തോ? വച്ചേ
അതുകൊണ്ട് കളഞ്ഞേ. എന്നിട്ട് ആ മീനെ കഫാനിലേക്ക് തൊടാൻ പറ്റുമോ? എന്നിട്ട് അതിന് നിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ തീ ഇടാൻ പോവാ. എന്നിട്ട് ആ മീനിനെ ചുട്ടു തരും. കഴിക്കോ? ഉറപ്പല്ലേ? ആ അതിൽ കണ്ടില്ല. ഒന്നുകൂടെ ഒതുക്കേ, ഒന്നുകൂടെ വീശിക്കേ. ലെജൻഡറി ആണത്. തിരിച്ചു ഓ സോ സ്വീറ്റ്. ഇഷ്ടപ്പെട്ടു, അവന് ഇഷ്ടപ്പെട്ടു. അവൻ ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അതല്ലേ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ചിരിക്കുന്നുണ്ട് കുറേ കിട്ടുമ്പോ. അങ്ങനെ നമ്മൾ പായൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ കല്ലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാ പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് കടല വറക്കാല്ലേ? കടല വറുക്കുകയാണ്. ആ ഇരിക്കട്ടെ. നീ പപ്പ ഇച്ചിരി മണ്ണെണ്ണ കഴിക്കാം. ഇത് കഴിക്കണ്ടേ? അവിടെ അല്ല, ഇവിടെ കത്തിക്കേ. ചക്കിയും പോരെ വേണ്ടേ? നമുക്ക് കുറച്ച് മണൽ വറുത്താലോ? ആദ്യം മണലാണ് വറക്കുന്നേ. ഓക്കെ, ഞാൻ ഈ പരിപാടി കണ്ടിട്ടില്ല. മേടിച്ച് കഴിച്ചിട്ടേ ഉള്ളു. കൈ കൊണ്ടിളക്കും. അല്ല, കോലിട്ടാ പോരെ? ഒരു കോല് ഇവിടുന്ന് ഒടിച്ചെടുത്താ പോരെ? പിള്ളേര് കണ്ടിട്ടില്ലല്ലോ മണലിനകത്ത് കടല വറക്കുന്നതാ. തവി എടുക്കാൻ ഇനിയിപ്പോൾ വണ്ടിയിലോട്ട് പോകണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എളുപ്പത്തിന് ഇവിടെ നിന്ന് കമ്പ് ഒടിച്ചെടുക്കുന്നു. ജോണിക്കുട്ടിക്ക് ഇവിടെ നിന്ന് കമ്പ് ഒടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മൂത്രം ഒഴിച്ചിട്ടുണ്ടോന്ന് പേടി. അതുകൊണ്ട് നമ്മൾ മേളിൽ നിന്നാട്ടോ ജോണിക്കുട്ടി. ആരും മേളിലോട്ട് ഒഴിക്കുകയല്ലോ, അതുകൊണ്ട് പേടിക്കണ്ടടാ. കിളികൾ മൂത്രം ഒഴിക്കൂല. എസക്കുട്ടിനും മാളി ചേച്ചിയും തീ കായുന്നു. ചക്കി തീ ഊതി കൊടുക്കാൻ വരുന്ന ചക്കി. ചക്കി പറയണേ അതിനകത്ത് ടിക്സ് ഒക്കെ ഉണ്ടാവും, മൂട്ടകളൊക്കെ ഉണ്ടാവുന്നത്, ബാക്ടീരിയ. ഞാൻ പറഞ്ഞു അതിനൊക്കെ വറക്കണ കൊടുത്തി വറുത്തെടുക്കുന്നു. അയ്യോ, ഞാൻ എന്തായാലും തിന്നാൻ പോണില്ലാന്ന്. കടല ചുമ്മാ പറഞ്ഞ ചക്കി, അങ്ങനെ ആരും തിന്നല. അങ്ങനെ നമ്മുടെ നിലക്കടല അങ്ങ് ഇട്ടിട്ടുണ്ടല്ലോ, വറുത്തെടുക്കും നമ്മള്. അമ്മേനെടുക്കോ? കടല വറക്കുന്നതിനെ കണ്ടോ? മാളുവിനെ ബേബിനെ മമ്മതേ കൂട്ടി കെട്ടാൻ പോവാ. കടല ആയി വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. തീരാറായോ? ചേട്ടന് കടലയൊക്കെ പറക്കി തിന്നിട്ട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൊലി വാങ്ങിട്ട് കഴിക്കാം. തൊലി വാങ്ങിട്ട് കഴിക്കാം. നല്ലതാണോ നോക്കിയേ ജോണിക്കുട്ടി? വലുതാകുമ്പോ ഇതൊക്കെ നീ ഓർക്കൂടാ. നീ എങ്ങനെ ഓർക്കൂല്ലേ ജോണിക്കുട്ടി? ചക്കി മാളും ഒക്കെ ഓർക്കും ഇതൊക്കെ വലുതായി കഴിയുമ്പോ. എല്ലാം പഠിക്കുമ്പോ അല്ലേടാ, നീ എല്ലാം ഓർക്കില്ലടാ. ജോണിക്കുട്ടി എണിറ്റോടാ. ആ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ടേക്ക് പുക വരും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത് ഇവര് വലുതാവുമ്പോ ഓർക്കുമായിരിക്കും ചായ. മാളും ചക്കിയും ജോണിക്കുട്ടിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഓർക്കും. അറിയില്ല. പിന്നെ എസ്കുട്ടി ഓർക്കോടാ? എസക്കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല, അവൻ മറന്നു പോയിട്ടുണ്ടാവും. അവൻ അറിയത്തില്ലല്ലോ, അവൻ കുഞ്ഞു ഭാവിയല്ലേ. അവളുമാരതിൽ ഓടിക്കളിക്കുവാണേ ബേബിനും കൊണ്ട്. അയ്യോ, മാള് ഓടിപ്പോയല്ലേ. അവളുമാരെ ഭയങ്കരമായിട്ടും അതില് ഓടി നടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പ ഇളക്കി ഇളക്കി എറിയുവാണ്. അപ്പൊ എറിഞ്ഞു കളയല്ലേ പപ്പ, എല്ലാവർക്കും കൂടെ കഴിക്കണ്ടേ? അത് ജോൺകുട്ടി ഇളകി ഇപ്പൊ കൊറേ ചാടിപ്പോയി, ഞാൻ കണ്ടായിരുന്നു. പാണ്ഡിതുരയാണ് എന്റെ ഭാര്യ. കടല വറക്കാൻ സഹായിക്കുകയാണ്. തവിയും പാത്രമൊക്കെ ആയിട്ട് വരുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ കടല വരുമല്ലേ. ഇത് വട്ടം കറക്ക്. ഓക്കെ, ഉപ്പ് ഒരു കുറച്ച് കുറവാണോന്നൊരു സംശയം. പാത്രമായി കാണോ ചക്കി? ഷുവറാണോ? ചൂടാവണം. അച്ഛൻ മടുത്താ?
അവന് മണ്ണെടുക്കണം. ആ മണ്ണൊന്നും എടുക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട്, നല്ലാണോ? എന്തോ നോക്കിയേ ചൂടാ. യശക്കുട്ടി നോക്കിയിരിക്കും ഇപ്പൊ കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. മോനെ ആ ഒന്ന് ഇളക്കാൻ കൊടുത്തേ മോനെ. അങ്ങനെയുണ്ട്. ഇവിടെ ഇന്നിപ്പോ നല്ല ചൂടില്ലേ മാളു? ഈ പേപ്പർ പിടിച്ചോടിച്ചാ. ഇതെന്റെ കടല. പക്ഷെ എടുക്കാൻ പറ്റില്ല. ആണോ? ചൂടുണ്ട് കൈ പേറ്റി പേറ്റി അങ്ങ് എടുത്തോ. പേറ്റികളെ അറിയാമോ? ഇതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫീൽ. എല്ലാ സൗകര്യങ്ങളും മെമ്മറിയാണ് മക്കളെ, ഇതൊക്കെ മെമ്മറിയാണ്. ഈ കരി എങ്ങനെ മാറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പഴുത്തിരിക്കണ പാത്രത്തിലാണ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി മണലിൽ താത്തി വെക്കുക. കരി ഇങ്ങനെ കളയണം. എന്നിട്ടാണ് അല്ലെങ്കിൽ അറിയോ കരി പോകത്തില്ല. കരി കഴിഞ്ഞ ദൂരം ഞാൻ കരി പോകത്തില്ല. കടലിൽ ഇച്ചിരി നീക്കി വെക്കാവോ മാളു? ചക്കയെ കടല അങ്ങോട്ട് നീക്കി വെച്ചപ്പോ അതിന് മണ്ണിൽ പാറത്തിരിക്കാതെ. പിള്ളേരെല്ലാം ബിസിയാ. പിന്നെ തീ കെടുത്തിയിട്ടാട്ടോ നമ്മൾ പോകേണ്ടത്. കാരണം തൊട്ടടുത്ത് കാടായതുകൊണ്ട് അതൊക്കെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു ദിവസത്തെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ തീർന്നു അല്ലേ? കുട്ടി മൊത്തം തീർക്കണോണ്ടാ. ഈ എസക്കുട്ടി ഇറങ്ങി. അപ്പൊ നമുക്ക് പോയാലോ? തീ കടത്തി കേറി പോരണ്ടേ? സമയം 4 മണിയായി തോന്നുന്നു. 2 മണിക്കൂറിക്കുള്ളായി. തുറക്കല്ലേ? ഇപ്പൊ ചെറിയ വാമായിട്ടിരിക്കുമ്പോ കഴിക്കാൻ ഭയങ്കര സുഖല്ലേ? തൊലി തിന്നണം പാടില്ല. എങ്ങനെയാ നമുക്ക് പതുക്കെ പോയാലോ? അറിയത്തില്ല. നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് നല്ല സ്ഥലം കിട്ടും. നമുക്ക് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. ഓക്കെ, 3 മണിക്കൂറാ. ഓക്കെ, സെക്കൻഡ് ഉറങ്ങുവാണ്. അവനെ നമുക്ക് കാർസിൽ ഇരുത്തി കൊണ്ടുപോകാം. ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ? നമുക്ക് പോകാം. അപ്പൊ നമുക്കൊരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു 3/4 മണിക്കൂർ നേരം വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് നിർത്തി. ഇവിടെ നമുക്ക് 2 മണിക്കൂർ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ചുക്ക് ജസ്റ്റ് കുറച്ച് പാലൊക്കെ കൊടുത്ത് ചുക്ക് ഇങ്ങനെ കിടന്നു. അങ്ങനെ ചുക്ക് കൊച്ചിന് പാലൊക്കെ കൊടുത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ ഇന്ന് സ്പഗത്തിക്ക് വെള്ളം വെച്ചു കുക്കറിൽ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്പഗത്തി ഇതുവരെ ഉണ്ടാക്കിയില്ലായിരുന്നു. പിള്ളേർക്ക് ഇന്ന് സ്പഗത്തി മതി. അതിൻ്റെ സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സംഭവം അതായത് നമ്മൾ ഈ ടിന്നിലൊക്കെ കിട്ടുന്ന ട്യൂണ ഫിഷ് ഇല്ലേ, അതും കൊണ്ടാണ് നമ്മൾ സ്പഗറ്റിക്ക് സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പിള്ളേർക്ക് നമ്മൾ 2-3 തവണ ഇതിന് മുമ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം, ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്പഗറ്റി ആദ്യം ഉപ്പിട്ട് പുഴുങ്ങാൻ വെച്ചേക്കുവാണ്. എന്തിനാണ് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ പോയി കൊട്ടി പോവാ വെച്ച് എഴുന്നേപ്പിക്കുന്നത്? പരിപാടി ഉണ്ടല്ലോ. സമയം 4. എത്ര മണിയായി മാള്? ഓഫ് ചെയ്ത് വേണമെങ്കിൽ സമയം 4:30 ആയുള്ളൂ. അതിന് വേണ്ടി സംഭവങ്ങൾ വളരെ കുറച്ചാണ്. അതായത് ഇൻഗ്രീഡിയൻസ് പറയാനായിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം നമുക്ക്, പിന്നെ കുറച്ച് സവോള കുരുകുരുന്ന് അരിഞ്ഞത് വേണം, പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ടൊമാറ്റോ പുഴുങ്ങിയിട്ട് വെളുത്തുള്ളി ഇട്ട് പുഴുങ്ങിയിട്ട് അരച്ചെടുത്താലും മതി. പിന്നെ വേണ്ടത് ഡാർക്ക് സിറപ്പ് എന്ന് പറയും. അതായത് നമ്മുടെ കാരമൽ സിറപ്പ് ഇല്ലേ, അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും കുറച്ചുകൂടെ. ഇല്ലെങ്കിൽ കണി ഒഴിച്ചാലും മതി. 5:09 ചെറുതായിട്ട് ഇരുട്ടൊക്കെ തുടങ്ങി. കാരണം ഇനിയും 300 കിലോമീറ്റർ പോകേണ്ടത് ഈ ഫോറസ്റ്റ് ഏരിയ കൂടെ തന്നെയാണ് പോകേണ്ടത്.
ഈ ക്യാനിൽ കിട്ടുന്ന ട്യൂണ ഫിഷ് ഇല്ലേ, അത് വെച്ചിട്ട് ക്വിക്കായിട്ടൊരു സംഭവം ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇതിനു മുമ്പ് 2-3 വട്ടം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അതിന്. ആക്ച്വലി ഒറിഗാനോ ആണ് നമ്മൾ സ്പൈസസിനായിട്ട് ചേർക്കുന്ന ഒരു പ്രത്യേകത കിട്ടാൻ വേണ്ടി ചേർക്കുന്ന സാധനം ഒറിഗാനോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും മാത്രം മതി അതിന്. ട്യൂണ ഫിഷ് ഇങ്ങനെ ക്യാനിലുള്ളത്. ഈ ഡാർക്ക് സിറപ്പിന് പകരം നമ്മളിപ്പം ഹണിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപ്പിട്ട് സ്പഗറ്റി കഴിക്കുന്ന കേട്ടോ. നിങ്ങള് മറ്റേ സിനിമയോ അല്ലെങ്കിൽ കാർട്ടൂണൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി? 4-5 ദിവസമായോ? കുറെ നാളുകളായി. എന്താണ് തോന്നുന്നേ? കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റിയല്ലേ? ഗെയിംസ് പിന്നെ തന്നെ പ്ലേ ചെയ്ത് എന്തിനൊക്കെ കളിക്കുന്നു. നമ്മളും അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിച്ചോ? വീഡിയോ എഡിറ്റും അത് എഡിറ്റ് കണ്ടു മാത്രം, എഡിറ്റ് ചെയ്തു, ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്തു മാത്രമേ ഉള്ളൂ. എന്നെ എക്സിക്യൂട്ടീവ് വരയ്ക്കണേ. എക്സിക്യൂട്ടീവ് വരച്ചാണോ? ജോണിക്കുട്ടി മനുഷ്യനെ വരയ്ക്കാൻ പോവാണ്. അങ്ങനെയാണ് ജോണിക്കുട്ടി പേന വരയ്ക്കുന്നത്. ജോണിക്കുട്ടി വരച്ചിട്ട് കാണിക്കട്ടോ. സുവി എന്നെ പഠിപ്പിച്ചാറുണ്ട്. എന്നാൽ മറ്റേ എന്റെ മാറ്റിക്സ് ചെയ്യുമ്പോ മറ്റേ എന്റെ ഹോംവർക്ക് ചെയ്യുമ്പോ സുവി പറയാറുണ്ട് ഇതുപോലെ പിടിച്ചാന്, ഇതുപോലെ പിടിച്ചാറ്. അപ്പൊ സുവി പറയും നീ റൈറ്റ് ആയിട്ട് ചെയ്യാന്. അങ്ങനെ പിടിക്കണ്ടേ. സാധാരണ ടിന്ന് ഓയിലിനകത്തായിരിക്കും ട്യൂണ ഫിഷ് വരുന്നത്. ഇപ്പൊ നമ്മൾ മേടിച്ചേക്കുന്നത് വാട്ടറിനകത്തുള്ളതാ. ഓയിലിനകത്തുള്ളതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിലെ ഓയിൽ തന്നെ ചട്ടിയിലോട്ട് ഒഴിച്ചാൽ മതി. ഇതിപ്പോ വാട്ടർ ആയതുകൊണ്ട് നമ്മൾ വേറെ എണ്ണ ഒഴിക്കും കേട്ടോ. നമ്മുടെ എണ്ണ ഒന്നും ആയില്ല അല്ലേ? ഉപയോഗിച്ചില്ല. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. എല്ലാം നമ്മൾ ഇത് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കയറ്റി വെക്കുന്നു, പിന്നെ അടുത്ത ട്രിപ്പ് എടുക്കുന്നു, ഉണ്ടാക്കുന്നു, വാഷ് ചെയ്യുന്നു. ഇത് തന്നെ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ പോകുന്നുണ്ട്. പക്ഷെ അതും ഈ യാത്രയുടെ ഒരു ഭാഗമാണ്. പിന്നെ ഇത് ചെയ്യുന്ന ടൈമില് പിള്ളേർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് അല്ലേ, ഓരോരുത്തരും ഓരോ ടാസ്ക് ആയിട്ട് എടുക്കുമ്പോൾ നമ്മളെ ടൈം വേസ്റ്റ് ആകുന്നില്ല. പെട്ടെന്ന് എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാനൊക്കെ പറ്റും. പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് കുറെ സമയം ലാഭമുണ്ട്. പക്ഷെ നമുക്കത് കുറച്ച് 1 ദിവസം 2 ദിവസം ഒക്കെ മടുക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ച് 5 പേര് ഷോപ്പിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുറഞ്ഞത് ഒരു 100 യൂറോ ഏറ്റവും കുറഞ്ഞത് വേണം ഒരു നേരത്തിന്. 3 നേരം ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 300 യൂറോ വേണം. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതേ സ്ഥാനത്ത് 300 യൂറോയുടെ സാധനമാണ്, 350 യൂറോയുടെ സാധനമാണ് നമ്മൾ മൊത്തം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമ, ക്ലീൻ ചെയ്യാനുള്ള സഹിഷ്ണുത ഇതെല്ലാം ഉണ്ടാവണം. പിള്ളേർക്ക് ഇത് ഇഷ്ടമായിട്ടാണ് നമ്മളിങ്ങനെ. നമുക്കൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനത്തെ ട്രിപ്പിന് ഇച്ചിരി കഞ്ഞിയും കുടിക്കും അല്ലേ? പക്ഷെ ഇന്നത്തെ കഞ്ഞി എന്റെ പൊന്നു ഒരു ടേസ്റ്റ് ആണ് അറിയോ. ഇതിപ്പോ ഇവരുടെ മാത്രം വെക്കേഷൻ ആണല്ലോ. അതായത് ഇവരുടെ മാത്രം എന്ന് പറഞ്ഞാൽ 3-4-5 ദിവസമല്ലേ നമുക്ക് ഉള്ളൂ. ഇപ്പോൾ ലോങ് ട്രിപ്പ് ആണോ 1 മന്ത് വെക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ്ഡ് ആയിട്ടാ ചെയ്യുള്ളൂ. ഇതിപ്പോ കൂടുതലും ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. കഞ്ഞി ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം രുചിച്ച് കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ ഒരു തവണ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതൊരു ഹാബിറ്റ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഏതെങ്കിലും മൊമെന്റിൽ അവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ അത് കഴിക്കും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പം വിൻഡോസ് തുറന്നിടും. ഇപ്പൊ താഴെ നമ്മൾ തുറക്കുന്നില്ല, പകരം നമ്മൾ റൂഫിൽ മേളിലേക്ക് തുറന്നിടുന്നുണ്ട്. അപ്പം ആ ഒരു സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഡ്രസ്സിനോ നമുക്കൊന്നും അങ്ങനെ ഫുഡിന്റെ സ്മെല്ല് പിടിക്കുന്നില്ല. ആരാണ് ഇങ്ങനെ കയറി വരുന്നേ? അപ്പൊ ബ്ലോക്ക് ചെയ്തേക്കുന്നു. ഫ്ലോറൊക്കെ നന്നായിട്ട് നമ്മൾ തുടച്ചെടുത്തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ സൈഡിലേക്ക് ഷൂസ് ഇടുന്നില്ലല്ലോ. ടൊമാറ്റോ പേസ്റ്റ് ആട്ടോ ഒഴിക്കുന്നത്. പിടിച്ചു നിൽക്കുകയാണോ? എന്നടാ സിഗ്നേച്ചർ പഠിച്ചോ? ട്യൂണ ഫിഷ് ഇട്ട് വരട്ടിയതിന് ശേഷം പേസ്റ്റ് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്തില്ല. സംഭവം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചു നേരം കുക്ക് ആവണം എന്നുള്ളതാണ്. പിന്നെ ഇത് ഓൾറെഡി കുക്ക്ഡ് ആട്ടോ ഈ ഫിഷ്. ക്യാനിൽ വരുന്നത് കുക്ക്ഡ് ഫിഷാണ്.
എന്നെ ഒളിഞ്ഞു നോക്കണേ. നോക്കി മണ്ണടിച്ച് നോക്കി കണ്ടൊക്കെ എനിക്കും കിട്ടുമെന്നാവും വിചാരിക്കണേ. പക്ഷെ നടക്കൂലടാ. നീ കുറച്ചാണ് കഴിട്ടോ. ആ സോസിലാണ് കൊടുക്കാൻ പറ്റും. അത് ഇന്നും മിക്സ് ചെയ്യണം നമ്മള്. ഒറിഗാനോ എന്നതാണ് അതൊരു കുറച്ച് ഫ്ലേവറിന് വേണ്ടിട്ട് അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തിരുമിയിട്ട് പൊടി അതിലോട്ടേക്ക് ഇടും. എന്നിട്ട് 1 സ്പൂൺ സിറപ്പും അതിലോട്ട് ഒഴിക്കും. 1 സ്പൂൺ സിറപ്പ്. സ്പഗറ്റി പുഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി എടുത്തിട്ട് അതിൽ കുറച്ച് ഒലീവ് ഓയിൽ നമ്മളിങ്ങനെ ഒഴിക്കും കേട്ടോ. പിന്നെ ഒലീവ് ഓയിലിനകത്ത് കുറച്ച് ഗാർലിക് പൗഡറൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഗാർലിക് പൗഡർ ഇടുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഗാർലിക് ചേർത്തേക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒലീവ് ഓയിൽ, ഉപ്പിട്ട് പുഴുങ്ങിയ സ്പഗറ്റിയിൽ കുറച്ച് ഒലീവ് ഓയിൽ മാത്രം മിക്സ് ചെയ്തു. എന്നിട്ട് പ്ലെയിൻ സ്പഗറ്റി കേട്ടോ, പ്ലെയിൻ സ്പഗറ്റി ആയിട്ട്. സംഭവം നിമിഷം കൊണ്ട് പരിപാടി തീർന്നു നമുക്ക്. അപ്പോൾ കുറച്ച് നമ്മളങ്ങനെ ഒലിവ് ഓയിലൊക്കെ ചേർത്ത് മിക്സ് വെച്ചേക്കണ സ്പഗറ്റി ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് സോസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സോസ് ഒഴിക്കുന്നു. ഇതിൽ ഇഷ്ടം പോലെ സവോളയും തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിനി എക്സ്ട്രാ സാലഡ് ഇതിൽ വെക്കുന്നില്ല. വെച്ചാലും നല്ലതാണ്. ആദ്യമേയൊക്കെ നമുക്കിങ്ങനെ കുക്ക് ചെയ്ത് പിള്ളേർക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കുക, നേരത്തും കാലത്തും കഴിക്കുക, ക്ലീൻ ചെയ്യുക പോകുന്നത് നമുക്ക് ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. പക്ഷെ പോയി അതിപ്പോ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നില്ല നമുക്ക്. വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ പിള്ളേര് വളരുന്നതനുസരിച്ച് അവരുടെ സഹായം കൂടെ കിട്ടുന്നതുകൊണ്ട് അത്രയും കൂടെ എളുപ്പമാണ്. പിന്നെ ഫ്രണ്ട്സ് കൂടി ഇപ്പൊ നമ്മള് ഷെയർ ചെയ്തൊക്കെ സെയിം കാരവാൻ ഷെയർ ചെയ്ത് യൂസ് ചെയ്ത് റെന്റിന്റെ അടുത്ത് പോവാന്ന് പറയുമ്പം വിജയന്റെ അഭിപ്രായം എന്നാ? അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഐപ്പ് പള്ളിക്കാടിനും ഒക്കെ അവർ ഒന്ന് യൂറോപ്പിലേക്ക് സഞ്ചരിച്ച സമയത്ത് എന്നോട് ഇതിനെക്കുറിച്ചൊരു സജഷൻ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നല്ലതാണ്, പക്ഷെ നിങ്ങൾ അത്രമാത്രം വൈബുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ. അപ്പം അങ്ങനെ അതിന് ശേഷം പുള്ളിക്കാരൻ അത് കഴിഞ്ഞ ശേഷം എക്സ്പീരിയൻസ് പറഞ്ഞു. എപ്പോഴും ഫാമിലി ആയിട്ട് ആ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് മാത്രമായിട്ട് പോവുകയാണ് ഏറ്റവും സൗകര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അത് നമ്മൾ തന്നെയാണല്ലോ അത് എംറ്റി ആക്കണ്ടേ. അപ്പം പുറത്തുനിന്നുള്ള മറ്റു പലരും ഉപയോഗിച്ച് ടോയ്ലറ്റ് നമ്മൾ എംറ്റി ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവാം. പുള്ളിനോട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പം ഒരുമിച്ച് പോയി കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം സഹകരിക്കണമെന്നുള്ളത് മാറ്ററാണല്ലോ. ഇപ്പം ഒരാളെല്ലാം ചെയ്യാനുണ്ട്, മറ്റേ ആളെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം എന്നുള്ള ഇതാകുമ്പോഴും കുറച്ച് കഴിയുമ്പോഴേക്കും മടുത്തു അല്ലേ. പിന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒക്കെ ഭയങ്കര അത്രയും ഈസി ആവണമെന്നില്ല. പിന്നെ എല്ലാം വലിയ ആൾക്കാരായി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു കാരവാനകത്ത് അല്ലെങ്കിൽ ക്യാമ്പർ വാനകത്ത് സ്പേസിന്റെ പ്രശ്നം ഉണ്ടാവും. കാരവാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേര് ഫാമിലിക്ക് ആയിരിക്കും നന്നായിട്ട് വിശന്നായിരുന്നു. അമ്മ ഇപ്പം 5:30 നമ്മളെത്ര 5:09 ഉണ്ടാക്കാൻ തുടങ്ങിയേ. പെട്ടെന്നായിട്ടോ 10 ഏറ്റവും ക്വിക്കായിട്ടായ ഫുഡ് ഇതാ. ഓറഞ്ച് ജ്യൂസ് കിട്ടോ. പിന്നെ എപ്പോഴാണ് അറിഞ്ഞ മറ്റേ നമ്മൾ ഈ ഫുഡിന്റെ മറ്റേ ലിസ്റ്റിൽ അത് ഫോളോ ചെയ്യുന്നില്ലാണ്. ഫോളോ ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. അതെ, കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടല്ലോ അതിന്ന് ഫുഡ് എടുക്കുവാണ്. ഫുഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കറക്റ്റ് ഡേയിലല്ല, ഡേ അല്ലെങ്കിലും എക്സാക്ട് സെയിം സാധനമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് ടൈം ഇല്ല എപ്പോഴും അതിന്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രം അല്ലേ. പ്ലാനിങ് അനുസരിച്ച് ഇതുവരെ പോയത്. പക്ഷെ ആകെ മൊത്തം കുഴപ്പം പറ്റിയത് നമ്മൾ ഇന്നത്തെ പോകുമ്പോൾ ഗ്യാസ് കയറുന്നു പോയ കാര്യം ഹെവി ആയതായി പോയി. പക്ഷെ അതുകൊണ്ട് ഇന്ന് ഭയങ്കര കാമായിരുന്നു. ഒരു കപ്പ് തന്നെ അവിടുന്ന് ഒരു കപ്പ് എടുത്തു. എന്താ ഇതൊരു പേരാക്കണ്ടേ? എന്താ ഇതൊരു പേരാക്കണ്ടേ? ഓറഞ്ച് ജ്യൂസ് അല്ല, അത് മാറ്റിയിട്ട് ജോണിക്കുട്ടി ജ്യൂസ് നാക്കിയോ. നമ്മള് ഫുഡ് കഴിക്കുമ്പം അവൻ എന്തെങ്കിലും പിടിക്കാൻ കൊടുക്കണം എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കുഞ്ഞിന് സൈഡിൽ കൊടുത്തിട്ട് സൈഡിൽ ഇരുത്തിയ പുള്ളി ഇരുന്നോളൂ അനങ്ങാണ്ട്. സ്പഗറ്റി വലിക്കണോ? നല്ലാണോ? പിന്നല്ലേ, കാരണം ഞാൻ സാധാരണ എനിക്ക് ഇങ്ങനത്തെ ഫുഡിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തല്ലേ. നമ്മുടെ നാടൻ ഫുഡാണ് എനിക്ക് കൂടുതൽ എനിക്കിഷ്ടം. പക്ഷേ നന്നായിട്ടുണ്ടല്ലേ, നല്ല കേട്ടോ, പെട്ടെന്നാവും ചെയ്ത്. എങ്ങനെയുണ്ട് പിള്ളേരെ? ഇഷ്ടപ്പെട്ടോ? ഞാൻ മാളുവിന്റെ ഒപ്പം എനിക്ക് വരയ്ക്കാൻ എന്താ ഇതിപ്പോ ഞങ്ങള് ഒരു സബ്ജക്ട് എടുത്ത് എന്താ ക്രൈവ് ചെയ്യണം. മാളു എനിക്ക് ട്യൂണ ഫിഷിന്റെ ആ പാസ്ത എടുത്ത. ആണോ? എന്നായിരുന്നു അത് ചെയ്തേ? ആണോ?
കൊള്ളാലോ. കാര്യനൊക്കെ പറഞ്ഞാലേ ഇവരിങ്ങനെ വെച്ച് കഴിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ല നല്ലൊരു അതായത് കഴിക്കുന്ന പറഞ്ഞ് നിർബന്ധിച്ച് അത് ട്രിപ്പ് വരുമ്പോഴാണ് എല്ലാ മീലും കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ? നിങ്ങക്ക് വിശപ്പ് കൂടുതലുണ്ടോ ട്രിപ്പ് വരുമ്പോ വീട്ടിലിരിക്കണേനെക്കാളും? വണ്ടി ഓടിക്കുമ്പോ മടുത്തൂല്ലോ. ആ അതുകൊണ്ട് വണ്ടിയിലിരുന്ന അല്ലേ? ട്രിപ്പ് വരുമ്പോ ഫണ്ണാന്ന്. ഒരു കുറച്ച് ബാലൻസ് വന്നത് നമ്മള് ചട്ടിയിലിട്ട് ഉരുട്ടി ഇവിടെ തട്ടാലേ ചെയ്യാ. സാധാരണ അമ്മമാരാണ് തട്ടുന്നത്. അയ്യോ രസക്കുട്ടിന്റെ തലയിൽ സ്പൈറ്റ് വീഴോ? ഓ മൈ ഗോഡ്. ഇല്ല കറക്റ്റ് രക്ഷപ്പെട്ടു. ഈ വെക്കേഷന് അല്ല ഈ ട്രിപ്പിൽ നമ്മളങ്ങനെ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഏഷ്യാഡ് മാത്രം നമ്മൾ ഇച്ചിരി സേവ് ചെയ്ത് വെച്ചോളൂ. വേറെ നമ്മളങ്ങനെ കഴിക്കില്ല. ഫ്രഷ് ആയിട്ട് പ്രാവശ്യം ഉണ്ടാക്കുന്നുള്ളൂ കഴിക്കാൻ പാകത്തിനുള്ളത്. ആ ഗ്യാപ്പിലൂടെ വീണ് കിട്ടിയ ഒരു സ്പൈറ്റ് പുള്ളി ഇരുന്ന് വലിച്ച് കഴിക്കണമൊക്കെ നമ്മുടെയൊക്കെ അല്ലേ. ഇവിടെ അതിന്റെ ഇടയിലൂടെ ഗ്യാപ്പിലൂടെ ഇരുന്ന് സ്പൈറ്റ് തട്ടണത് തന്നെ പരിപാടി. കഴിക്കുക ഇപ്പൊ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങ് പോകാനോ അല്ലേ? എന്ത് രസമല്ല സ്ഥലം കാണാൻ. വാവ്. നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. എന്താ പറയേ 2 hours മാക്സിമം 2 hours പാർക്കിംഗ് ആണ്. അപ്പൊ നമ്മള് വരും അമ്മ വരുവാ. എന്ത് രസമല്ലേ ശരിക്കും പറഞ്ഞ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മളിവിടെ ഇരിക്കണം. ഈ നേച്ചറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ടൈം ഇരിക്കാൻ പറ്റണം അല്ലേ? ഇവർ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ നമുക്ക് പറ്റുമായിരിക്കുമല്ലോ ചെയ്യാ. ഇല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റിൽ നമ്മൾ വന്നിരിക്കും അല്ലേ? ഇപ്പൊ നമ്മളെ നേച്ചറിൽ എൻജോയ് ചെയ്തിരുന്നാലും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ മുഴുവൻ പിള്ളേരില്ല. അടിച്ചു കിട്ടിക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ അടുത്ത എന്താണ് ഗെയിം ഒന്നും കളയില്ലേ മക്കളെ? 2 മണിക്കൂറല്ലേ ഇവിടെ പറ്റുള്ളൂ? നമുക്ക് അടുത്ത തൊട്ടടുത്ത സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ. എന്നിട്ട് അവിടെ നമ്മള് ഇന്ന് സ്റ്റേ ചെയ്യൂല്ലേ? ഓക്കെ. ഇനി വൈകിട്ടത്തേക്കല്ലേ വേണം മക്കളെ? ഒന്നും വേണ്ട. ഗ്രില്ല് ചെയ്യണമെന്ന് വെച്ചാ ഇന്ന് ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട്സ് ആക്കിയാലോ? എന്നെ വന്ന് മാളു ചുറ്റി അവളുമാർ എന്നടി അവിടെ ചെയ്യുന്നേ? എന്നോട് പരിപാടി അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു പാർക്കിംഗ് പ്ലേസ് നിർത്താന്നിരിക്കുന്നു. വ്യൂ അല്ലേ ചുക്ക്? നമുക്ക് പോയിരിക്കാം. പോലീസ് വന്നിട്ട് ചെക്ക് തരും. ആണോ? പോകാം നമുക്ക്. ഓക്കെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് പിടിക്കാം. ഓക്കെ എന്നല്ലേ മിക്കവാറും ഇന്ന് നോർത്ത് ലൈറ്റ്സിന് സാധ്യതയുണ്ട് ചോക്കു. സ്കൈ നല്ല ക്ലിയർ ആണേ. ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി വരെ നല്ല ചാൻസുകളാണ്. അരമണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പോന്നിട്ട് നമ്മൾ 2 മണിക്കൂറും ഡ്രൈവ് ചെയ്തു. ഇപ്പം സമയം 8 മണിയായി. എന്താണ് ഡിന്നർ? നമ്മൾ കഴിവായിട്ട് ഡിന്നർ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ എന്നാ open and shut the wheels on the bus go open and shut so cute boy cocomelon